ജർമ്മൻ സക്സസ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ ആണ്. അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോഡ് ഫുബ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന 6 അക്വിസേറ്റീവ് പ്രപ്പോസിഷൻസ് ആണുള്ളത്. ഓരോ ലെറ്റേഴ്സും ഓരോ പ്രപ്പോസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് ഗോഡ് ഫുബ് എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. G represents gegen, meaning against, around. O represents ohne, meaning without. D represents durch, meaning through. F represents für, meaning for. U represents meaning at, around. B represents bis, meaning until. 6 അക്വിസേറ്റീവ് പ്രപ്പോസിഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഗഗൻ, മീനിങ് അഗെയിൻസ്റ്റ്, അറൗണ്ട്. അപ്പോൾ ഇഷ് സിറ്റ്സ് എ ഗഗൻ ദെൻ മാൻ, ഐ എം സിറ്റിംഗ് അഗെയിൻസ്റ്റ് ദ മാൻ. ഇവിടെ ഞാൻ സിറ്റിംഗ് അഗെയിൻസ്റ്റ് ദ മാൻ. സിറ്റ്സ് എന്ന് പറയുന്നത് ഒരു നമ്മൾ നേരത്തെ അക്വിസേറ്റീവ് കേസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, മൂവ്മെൻ്റ് ഉള്ള ഒരു കേസാണ്. അപ്പോൾ ഇവിടെ ഗഗൻ എന്ന അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ശരിക്കും ദർമാനാണ്, മാൻ്റെ ആർട്ടിക്കിൾ വരുന്നത് ദർമാനാണ്. അക്വിസേറ്റീവിലേക്ക് വന്നപ്പോൾ അത് ദൻമാനായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഓനെ ഡ്രിങ്ക് കഫേ, ഓനെ സൂക്കർ, ഹി ഡ്രിങ്ക്സ് കോഫി വിത്തൗട്ട് ഷുഗർ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രപ്പോസിഷൻ ഓനെയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ആർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അക്വിസേറ്റീവിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. തേർഡ് വൺ ഡൂഷ്, വി ആർ സ്പച്ചിറൻ ഡൂഷ് ദെൻ പാർക്ക്, വി ആർ വാക്കിംഗ് ത്രൂ ദ പാർക്ക്. പാർക്കിൻ്റെ ആർട്ടിക്കിൾ ദർ ആണ്. ഇവിടെ ഡൂഷ് അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ദർ പാർക്ക് എന്നുള്ളത് ദെൻ പാർക്കായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഫോർത്ത് വൺ ഫ്യുവർ, സി കൗഫൻ ദസ് ഗഷൻ ഫ്യുവർ ഇയർ ആൻഡ് ഫാറ്റർ, ദേ ബൈ ദ ഗിഫ്റ്റ് ഫോർ ദർ ഫാദർ. ഇവിടെ ദസ് ഗഷങ്ക് അവിടെ ചേഞ്ചസ് ഒന്നുമില്ല, ദസ് തന്നെയാണ് ഗഷങ്കിൻ്റെ ആർട്ടിക്കിൾ. ഫ്യൂർ നമ്മൾ അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ഇയർ ആൻഡ് ഫാറ്റർ, അവരുടെ ഫാദറിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇയർ ആൻഡ് ഫാറ്റർ വരാൻ കാരണം ഫാറ്ററിൻ്റെ ആർട്ടിക്കിൾ ദർ ആണ് അല്ലേ. നമ്മൾ അക്വിസേറ്റീവ് കേസിൽ അക്വിസേറ്റീവ് പൊസസീവ് പ്രൊനോമൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ദർ വരുന്നിടത്ത് ഇയറൻ ആണ്, സി വരുമ്പോൾ ഇയറൻ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇയറൻ എന്നുള്ള പൊസസീവ് പ്രൊനോമൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ദർ സു കോംഡ് 9 Uhr, ദ ട്രെയിൻ കംസ് അറ്റ് 9 o'clock. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ ആണ് 9 Uhr. അപ്പോൾ എന്നുള്ളത് മീനിങ് അറ്റ് അറൗണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ടൈമിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബിസ് റൗ ആർബൈറ്റഡ് ബിസ് 7 Uhr, ദ വുമൻ വർക്ക്സ് അണ്ടിൽ 7 o'clock. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അക്വിസേറ്റീവ് പ്രപ്പോസിഷൻ ആണ് ബിസ്. ബിസ് നമ്മൾ അണ്ടിൽ എന്നുള്ള വാക്ക് അണ്ടിൽ അപ് ടു എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അത് നമ്മൾ കൂടുതലായിട്ട് ടൈം ഫ്രെയിമിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് വെർബിനെ കോൺജുഗേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. വെർബ് കോൺജുഗേഷൻ ഇൻ പ്രസൻസ്. A German verb has 2 parts, a verb stem and an endum. ഒരു ജർമ്മൻ വെർബ് എന്ന് പറയുന്നത് 2 പാർട്ടാണ് ഉള്ളത്. ഒരു വെർബ് സ്റ്റെം ഉണ്ടാവും, ഒരു എൻഡും ഉണ്ടാവും. ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വെർബ് എടുത്തിരിക്കുകയാണ്, വോനൻ എന്നുള്ള വെർബാണ് എടുത്തിരിക്കുന്നത്. വോനൻ്റെ വോൺ എന്നുള്ള വെർബ് സ്റ്റെം ആയിട്ട് വരും. ഇയൻ എന്ന് പറയുന്നതാണ് എൻഡുമായിട്ട് വരുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ കൊമ്മൻ, കൊം എന്നുള്ളത് വെർബ് സ്റ്റെം ആണ്, ഇയൻ എൻഡു. ഹ്യോറൻ, ഹ്യോർ എന്നുള്ളതാണ് വെർബ് സ്റ്റെമ്മ്, ഇയൻ ആണ് എൻഡുമായിട്ട് വരുന്നത്. വെർബ് ഈസ് ഓൾവേസ് കോൺജുഗേറ്റഡ് അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ്. ഒരു വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത് സബ്ജക്റ്റിനനുസരിച്ചായിട്ടായിരിക്കും. റീഗൽ മെസ്സിക് വെർബൻ എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യാൻ നോക്കാം. റീഗൽ മെസ്സിക് വെർബൻ എന്ന് പറയുന്നത് റെഗുലർ വെർബുകളാണ്. റെഗുലർ വെർബുകളെ എങ്ങനെയാണ് കോൺജുഗേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഷ് വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് ഇഷ് പ്ലസ് വെർബ് സ്റ്റെം പ്ലസ് ഇ. ദു വരുമ്പോൾ വെർബ് സ്റ്റെമ്മിന് ശേഷം എസ് ടി ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എർസിയസ് വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ടി. വിയർ വരുമ്പോൾ
വെർബ് സ്റ്റെം പ്ലസ് en. ഇയർ വെർബ് സ്റ്റെം പ്ലസ് ടി. സി സി വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് en ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് റെഗുലർ വെർബിനെ കോഞ്ചുഗേറ്റ് ചെയ്യേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത്. നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നത് വോനനാണ്. മീനിങ് ടു ലീവ്. ഇഷ് വോനെ, ദു വോൺസ്റ്റ്, എർസിയസ് വോണ്ട്, വിയർ വോനൻ, ഇയർ വോണ്ട്, സി സി വോനൻ. അപ്പോൾ നമ്മൾ റൂളിൽ പഠിച്ചത് എങ്ങനെയായിരുന്നു? ഇഷ് വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ് വോനെ എന്ന് വന്നു. ദു വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് എസ് ടി ആഡ് ചെയ്യണം. ദു വോൺസ്റ്റ്. എർസിയസ് വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ടി ആണ് ആഡ് ചെയ്യേണ്ടത്. എർസിയസ് വോണ്ട്. വിയർ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ എൻ ആഡ് ചെയ്യണം. അപ്പോൾ വിയർ വോനൻ, ഇയർ വോണ്ട്, സി സി വോനൻ. ഇങ്ങനെയാണ് നമ്മൾ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എക്സാമ്പിൾ കൊമ്മൻ, മീനിങ് ടു കം. ഇഷ് കൊമ്മെ, ദു കൊംസ്റ്റ്, എർസിയസ് കൊംഡ്, വിയർ കൊമ്മൻ, ഇയർ കൊംഡ്, സി സി കൊമ്മൻ. അടുത്ത എക്സാമ്പിൾ ലേണൻ, ടു ലേൺ. ഇഷ് ലേണെ, ദു ലേൺസ്, എർസിയസ് ലേൺ, വിയർ ലേണൻ, ഇയർ ലേൺഡ്, സി സി ലേണൻ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സ്പീലൻ, മീനിങ് ടു പ്ലേ. ഇഷ് സ്പീലെ, ദു സ്പീൽസ്റ്റ്, എർസിയസ് സ്പീൽഡ്, വിയർ സ്പീലൻ, ഇയർ സ്പീൽഡ്, സി സി സ്പീലൻ. അടുത്തത് ഡ്രിങ്കൺ, മീനിങ് ടു ഡ്രിങ്ക്. ഇഷ് ഡ്രിങ്കെ, ദു ഡ്രിങ്ക്സ്റ്റ്, എർസിയസ് ഡ്രിങ്ക്ഡ്, വിയർ ഡ്രിങ്കൺ. ഹിയർ വരുമ്പോൾ ഡ്രിങ്ക്ഡ് എന്നാണ് വരുന്നത്. സി സി ഡ്രിങ്കൺ. അടുത്തത് മാഹൻ, മീനിങ് ടു ഡു. ഇഷ് മാഹെ, ദു മാർക്സ്റ്റ്, എർസിയസ് മാർക്ഡ്, വിയർ മാഹൻ, ഇയർ മാർക്ഡ്, സി സി മാഹൻ. നെക്സ്റ്റ് കൗഫൻ, മീനിങ് ടു ബൈ. ഇഷ് കൗഫെ, ദു കൗഫ്സ്റ്റ്, എർസിയസ് കൗഫ്റ്റ്, വിയർ കൗഫൻ, ഇയർ കൗഫ്റ്റ്, സി സി കൗഫൻ. ഹ്യോറൻ, മീനിങ് ടു ഹിയർ. ഇഷ് ഹ്യോറെ, ദു ഹ്യോർസ്റ്റ്, എർസിയസ് ഹ്യോർട്ട്, വിയർ ഹ്യോറൻ, ഇയർ ഹ്യോർട്ട്, സി സി ഹ്യോറൻ. ഇത് നോ ചേഞ്ചസ് ഹാപ്പൻസ് ടു ദ വെർബ് സ്റ്റെം വെൻ ഇറ്റ് ഈസ് ഇൻ ദ റീഗൽമേസിക വെർബൻ. റീഗൽമേസിക വെർബനിൽ വരുമ്പോൾ വെർബ് സ്റ്റെമ്മിൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. ഉള്ളി എൻഡും ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ്. സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എൻഡും മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇഫ് ദ വെർബ് സ്റ്റെം എൻഡ്സ് വിത്ത് എസ്, സി, എസ് സെറ്റ്, ഡബിൾ എക്സ്, then add only t instead of st in do form. s, s സെറ്റ്, സി, ഡബിൾ എസ് ഒക്കെയാണ് വെർബ് സ്റ്റെമ്മിൽ ലാസ്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ എസ് ടിക്ക് പകരം ഡു ഫോമിൽ ടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹൈസൺ, മീനിങ് ടു ബി കോൾഡ്. ഇഷ് ഹൈസെ, ദു ഹൈസ്ത്, എർസിയസ് ഹൈസ്റ്റ്, വിയർ ഹൈസൺ, ഇയർ ഹൈസ്റ്റ്, സി സി ഹൈസൺ. ഇവിടെ നമ്മൾ എസ് സെറ്റാണ് ഇവിടെ വെർബ് സ്റ്റെമ്മിൽ ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂളാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. എസ് ടിക്ക് പകരം നമ്മൾ ഡു ഫോമിൽ ടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അടുത്ത എക്സാമ്പിൾ റൈസൺ, മീനിങ് ടു ട്രാവൽ. ഇഷ് റൈസെ, ദു റൈസ്റ്റ്, എർസിയസ് റൈസ്റ്റ്, വിയർ റൈസൺ, ഇയർ റൈസ്റ്റ്, സി സി റൈസൺ. ഇവിടെ വെർബ് സ്റ്റെമ്മിൽ എസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെയിം റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തൊരു റൂൾ എന്ന് പറയുന്നത് ഇഫ് ദ വെർബ് സ്റ്റെം എൻഡ്സ് വിത്ത് ഡി, ടി, എൻ ഓർ എം then add est instead of st in do form and et instead of t in rcs and ear form. അതായത് ഡി, ടി, എൻ അല്ലെങ്കിൽ എമ്മിൽ എൻഡ് ചെയ്യുന്ന വെർബ് സ്റ്റെം വരുന്നിടത്ത് നമ്മൾ ഡു ഫോമിൽ എസ് ടിക്ക് പകരം ഇ എസ് ടി എന്ന് ആഡ് ചെയ്ത് കൊടുക്കും. RCS ആൻഡ് ഇയർ ഫോമിൽ ടിക്ക് പകരം ഇ ടി എന്നാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെർബ് സ്റ്റെമ്മിന് ശേഷം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം.
ഫസ്റ്റ് എക്സാമ്പിൾ arbeiten meaning to work. Ich arbeite. Du arbeitest. RCS arbeitet. Wir arbeiten. Ihr arbeitet. CC arbeiten. ഇവിടെ നമ്മൾ ഡു ഫോമിൽ EST ആഡ് ചെയ്ത് കൊടുത്തു. RCS ഫോമിൽ ടിക്ക് പകരം ET ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇയർ ഫോമിലും ടിക്ക് പകരം ET ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ antworten meaning to answer. Ich antworte. Du antwortest. RCS antwortet. Wir antworten. Ihr antwortet. CC antworten. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. zeichnen meaning to draw. ഇവിടെ വേർ സ്റ്റെമ്മിൽ ലാസ്റ്റ് വന്നിരിക്കുന്നത് N ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. Ich zeichne. Du zeichnest. RCS zeichnet. Wir zeichnen. Ihr zeichnet. CC zeichnen. നെക്സ്റ്റ് എക്സാമ്പിൾ atmen meaning to breath. ഇവിടെ വേർ സ്റ്റെമ്മിൽ M ആണ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ich atme. Du atmest. RCS atmet. Wir atmen. Ihr atmet. CC atmen. അപ്പോൾ ഇങ്ങനെയാണ് വെർബിനെ നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. വെർബ് കോഞ്ചുഗേഷൻ ഫോർ സൈൻ ആൻഡ് ഹാബൻ. സൈനും ഹാബനും നമ്മൾ എങ്ങനെയാണ് വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നത് നോക്കാം. സൈനിൻ്റെ മീനിങ് ടു ബി, അതെങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇഷ് ബിൻ. ദു ബിസ്ത്. RCS ഇസ്ത്. വിയർ സിന്ത്. ഇയർ സൈദ്. CC സിന്ത്. ഇങ്ങനെയാണ് സൈൻ നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഹാബൻ. ഹാബൻ മീനിങ് ടു ഹാവ്. ഇഷ് വരുമ്പോൾ ഹാബെ. ദു ആണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഹാസ്റ്റ്. RCS ഹാറ്റ്. വിയർ ഹാബൻ. ഇയർ ഹാഫ്റ്റ്. CC ഹാബൻ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് റെഗുലർ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യാനായിട്ടാണ്. ഇനി എങ്ങനെ ഇറഗുലർ വെർബിനെ എങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ആ ഉംലൗട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഏതൊക്കെ ഫോമില? ദു RCS ഫോമിലാണ് ഈ ചേഞ്ചസ് വരുന്നത്. നമുക്ക് ആ ഉംലൗട്ട് എങ്ങനെയാവുന്നതെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. വാഷൻ എന്നുള്ള ഒരു വെർബാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. മീനിങ് ടു വാഷ്. ഇഷ് വരുമ്പോൾ വാഷേ. ദു വരുമ്പോൾ വെസ്റ്റ് ആയി മാറും. അതായത് ഇവിടെ ആ എന്നുള്ളത് ആ ഉംലൗട്ടായി മാറി. RCS വരുമ്പോൾ വേസ്റ്റ്. വിയർ വാഷൻ. ഇയർ വാഷ്ഡ്. CC വാഷൻ. അടുത്തൊരു എക്സാമ്പിൾ ട്രാഗൺ മീനിങ് ടു വിയർ. ഇഷ് ട്രാഗെ. ദു ട്രേക്സ്റ്റ്. RCS ട്രേക്റ്റ്. വിയർ ട്രാഗൺ. ഇയർ ട്രാക്റ്റ്. CC ട്രാഗൺ. ലൗഫൻ മീനിങ് ടു റൺ. ഇഷ് ലൗഫെ. ദു ലോഫ്റ്റ്. RCS ലോഫ്റ്റ്. വിയർ ലൗഫൻ. ഇയർ ലൗഫ്റ്റ്. CC ലൗഫൻ. അടുത്തത് ഹാൾട്ടൻ മീനിങ് ടു ഹോൾഡ്. ഇഷ് ഹാൾട്ടെ. ദു ഹേൾസ്റ്റ്. RCS ഹേൾട്ട്. വിയർ ഹാൾട്ടൻ. ഇയർ ഹാൾട്ട്. CC ഹാൾട്ടൻ. അടുത്ത എക്സാമ്പിൾ ഫാളൻ മീനിങ് ടു ഫാൾ. ഇഷ് ഫാളെ. ദു ഫേൾസ്റ്റ്. RCS ഫേൾട്ട്. വിയർ ഫാളൻ. ഇയർ ഫാൾട്ട്. CC ഫാളൻ. നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ഗഫാളൻ. ടു പ്ലീസ് അല്ലെങ്കിൽ ടു ലൈക്ക് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഇഷ് വരുമ്പോൾ ഗഫാളെ. ദു ഗഫേൾസ്റ്റ്. RCS ഗഫേൾട്ട്. വിയർ ഗഫാളൻ. ഇയർ ഗഫാൾട്ട്. CC വരുമ്പോൾ ഗഫാളൻ. ഐ ആയിട്ട് ചേഞ്ച് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ സ്പ്രെഷൻ എന്നുള്ളതാണ്. മീനിങ് ടു സ്പീക്ക്. ഇഷ് വരുമ്പോൾ സ്പ്രെഷ് തന്നെയാണ് വരുന്നത്. ദു വരുമ്പോൾ ഇവിടെ എ എന്നുള്ളത് ഇ ആയിട്ട് ചേഞ്ച് ചെയ്തു. ദു സ്പ്രിഷ്ഡ് എന്നായി മാറി. RCS വരുമ്പോൾ സ്പ്രിഷ്ഡ്.
wir sprechen, ihr sprecht, sie sprechen. Next example, geben, meaning to give. Ich gebe, du gibst, sie gibt, wir geben, ihr gebt, sie geben. Next, essen, meaning to eat. Ich esse, du isst, sie isst, wir essen, ihr esst, sie essen. ആ ഈ എ ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അല്ല, എ എന്നുള്ളത് ഈ എ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലേസൺ ടു റീഡ്. ഇഷ് ലെസെ, ദു ലീസ്റ്റ്, എർസിയസ് ലീസ്റ്റ്, വിയർ ലേസൺ, ഇയർ ലെസ്റ്റ്, സി ലേസൺ. ഇവിടെ ലേസൻ്റെ വെർബ് സ്റ്റെമ്മിലെ എൻഡ് എന്ന് വരുന്നത് ഇ ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നു. സെഹൻ, മീനിങ് ടു സീ. ഇഷ് സെഹെ, ദു സീക്സ്റ്റ്, എർസിയസ് സീക്റ്റ്, വിയർ സെഹൻ, ഇയർ സെഹ്റ്റ്, സി സെഹൻ. സ്റ്റെഹ്ലൻ, ടു സ്റ്റീൽ. ഇഷ് ടെഹ്ലെ, ദു സ്റ്റീൽസ്റ്റ്, എർസിയസ് സ്റ്റീൽറ്റ്, വിയർ സ്റ്റെഹ്ലൻ, ഇയർ സ്റ്റെൽറ്റ്, സി സ്റ്റെഹ്ലൻ. അടുത്തൊരു എക്സാമ്പിൾ, എംഫെഹ്ലൻ, മീനിങ് ടു റെക്കമെൻഡ്. ഇഷ് എംഫെഹ്ലെ, ദു എംഫീൽസ്റ്റ്, എർസിയസ് എംഫീൽറ്റ്, വിയർ എംഫെഹ്ലൻ, ഇയർ എംഫെഹ്ൽറ്റ്, സി എംഫെഹ്ലൻ. ഹൗ ടു കോൺജുഗേറ്റ് മൊഡാൽ വെർബ്. മൊഡാൽ വെർബിനെ എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് വൺ, മ്യൂസൻ. മസ്റ്റോ ഹൗ ടു എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇഷ് വരുമ്പോൾ ഇഷ് മുസ്, ദു മുസ്റ്റ്, എർസിയസ് മുസ്, വിയർ മ്യൂസൻ, ഇയർ മ്യൂസ്റ്റ്, സി മ്യൂസൻ. ഇഷ് ദു എർസിയസിൽ വരുമ്പോൾ ഇവിടെ ഉംലൗട്ട് ഇല്ല. വിയർ ഇയർ സി വരുമ്പോൾ നമ്മൾ ഉംലൗട്ട് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കും. അടുത്തത് ഡൂർഫൻ, മേ ഓർ അലൗഡ് ടു എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഇഷ് ഡാർഫാണ്, ദു സബ്ജക്റ്റ് വരുമ്പോൾ ഡാഫ്സ്റ്റ് വരും. എർസിയസ് ആണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഡാർഫാണ് വരും. വിയർ ഡൂർഫൻ, ഇയർ ഡൂഫൻ, എർസിയസ് ഡ്യൂഫൻ. ക്വന്നൻ, ക്യാൻ ഓർ ഏബിൾ ടു എന്നൊക്കെയാണ് മീനിങ് വരിക. ഇഷ് ക്യാൻ, ദു ക്യാൻസ്റ്റ്, എർസിയസ് ക്യാൻ, വിയർ ക്വന്നൻ, ഇയർ ക്യോൺ, സി ക്വന്നൻ. അടുത്തത് മ്യോഗൻ, ലൈറ്റ് എന്നാണ് മീനിങ്. ഇഷ് മാഗ്, ദു മാർക്സ്റ്റ്, എർസിയസ് മാഗ്, വിയർ മ്യോഗൻ, ഇയർ മ്യോക്ക്, സി മ്യോഗൻ. അടുത്തൊരു വെർബ് സോൾലൻ, മീനിങ് ഷുഡ്. ഇഷ് സോൾ, ദു സോൾസ്റ്റ്, എർസിയസ് സോൾ, വിയർ സോൾലൻ, ഇയർ സോൾട്ട്, സി സോൾലൻ. അടുത്തൊരു എക്സാമ്പിൾ, വോളൻ, മീനിങ് വാണ്ട് ടു. ഇഷ് വിൽ, ദു വിൽസ്റ്റ്, എർസിയസ് വിൽ, വിയർ ഉള്ളൻ, ഇയർ വോൾട്ട്, സി ഉള്ളൻ. ഈ ലാസൺ എങ്ങനെ ചെയ്യുന്നു നോക്കാം. ലാസൺ മീനിങ് ടു ലെറ്റ്. ലാസ് എന്ന് പറയുന്ന ഒരു മൊഡാൽ വെർബായിട്ട് ലാസ്, ദു ലേസ്, എർസിയസ് ലാസ്, വിയർ ലാസൺ, ഇയർ ലാസ്റ്റ്, സി ലാസൺ. അവിടെ അത് വരുമ്പോൾ വേർഡ് സ്ട്രക്ചർ അങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം സബ്ജക്റ്റ് വരും, അതിനുശേഷം നമ്മൾ മൊഡാൽ വെർബ് കോൺജക്റ്റ് ചെയ്തും മൊഡാൽ വെർബ് എഴുതണം. അതിനുശേഷം ഒബ്ജക്റ്റ് വരും. ഫസ്റ്റ് മെയിൻ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിലാണ് വരുന്നത്. മെയിൻ വെർബിന് ഇൻഫിനിറ്റീവ് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ ക്യാൻ ഡു ഇറ്റ്. ജർമ്മനിൽ എങ്ങനെയാ പറയുക? ഇഷ് ക്യാനസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഔഫ് വിഡസൈൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.